ഇന്ത്യൻ സൈന്യം പീരങ്കികളുടെ ശേഷി ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ. 2025 ആകുമ്പോഴേക്കും 307 അഡ്വാൻസ്ഡ് ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റങ്ങൾ, അതായത് ATAGS വാങ്ങാൻ പോകുകയാണ് ഇന്ത്യൻ സൈന്യം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 155 mm 52 കാലിബർ ഹോവിറ്റ്സർ ആണ് ഇന്ത്യ സ്വന്തമാക്കാൻ പോകുന്നത്. കല്യാണി ഗ്രൂപ്പിന്റെയും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡിന്റെയും പങ്കാളിത്തത്തോടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നേതൃത്വം നൽകുന്ന ATAGS പ്രോഗ്രാം വിജയകരമായി അതിന്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ ഏറ്റെടുക്കൽ ഇന്ത്യൻ ആർമിയുടെ പീരങ്കികൾ നവീകരിക്കുന്നതിനും അതിന്റെ യുദ്ധസജ്ജത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. പ്രത്യേകിച്ച് ടിബറ്റുമായുള്ള അതിർത്തി പോലുള്ള ഉയർന്ന ഉയരത്തിലുള്ള പരിതസ്ഥിതികളിൽ ഈ ATAGS വലിയ രീതിയിൽ തന്നെ സഹായകമാവും. ഈ ATAGS അതിന്റെ 25 ലിറ്റർ ചേംബർ ഡിസൈൻ ഉപയോഗിച്ച് നാറ്റോ മാനദണ്ഡങ്ങൾ മറികടന്ന് ശ്രദ്ധേയമായ റേഞ്ച് കഴിവുകൾ ഉൾക്കൊള്ളുന്നതാണ്. എക്സ്റ്റൻഡഡ് റേഞ്ച് സബ്ബോർ ബോട്ട് ടെയിൽ, അതായത് ERFB-BT, ERFB-BB, ബേസ് ബ്ലേഡ് തുടങ്ങി പ്രത്യേക വെടിമരുന്ന് ഉപയോഗിച്ച് യഥാക്രമം 35 കിലോമീറ്ററും 45 കിലോമീറ്ററും ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഈ ഹോവിറ്റ്സറിന് കഴിയും. ഇതിന്റെ റെക്കോർഡ് ഫയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 47 കിലോമീറ്റർ ആണ്. ഉയർന്ന ഉയരത്തിലുള്ള യുദ്ധത്തിന്റെ കഠിനമായ സാഹചര്യങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ATAGS സിക്കിമിലെ ഉയർന്ന ഉയരത്തിലുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ രാജസ്ഥാനിലെ മരുഭൂമിയിലും ഉൾപ്പെടെ വിവിധ ഭൂപ്രദേശങ്ങളിൽ കർശനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതായത് 13,000 അടി ഉയരത്തിലുള്ള ഫയറിംഗ് ഡ്രില്ലുകൾ, താഴ്ന്ന താപനിലയിലുള്ള പ്രകടന പരിശോധനകൾ, പകലും രാത്രിയും ടാർഗറ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ എന്നിവയെല്ലാം ഈ പരീക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ ഈ ATAGSന്റെ കരാർ 2025 മാർച്ചിൽ അന്തിമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടാറ്റയും കല്യാണിയും DRDOയുടെ ടെക്നോളജി ട്രാൻസ്ഫർ അടിസ്ഥാനമാക്കി തോക്കിന്റെ പതിപ്പുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ അതുല്യമായ ഡിസൈൻ ഘടകങ്ങളും പാരാമീറ്ററുകളും ഉണ്ട്. ഇപ്പോൾ അർമേനിയൻ സൈന്യവും ഇന്ത്യ വിതരണം ചെയ്ത ATAGS പീരങ്കി സംവിധാനങ്ങൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. 2023 ഇന്ത്യ വിതരണം ചെയ്ത അഡ്വാൻസ്ഡ് ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റത്തിന്റെ 155 mm 52 കാലിബർ ടോവ്ഡ് തോക്കുകളുടെ 6 യൂണിറ്റുകളുടെ പരീക്ഷണമാണ് അർമേനിയൻ സൈന്യം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. 6 ATAGS തോക്കുകളുടെ പ്രാരംഭ ബാച്ച് അർമേനിയൻ സൈന്യം ആവശ്യപ്പെട്ട പ്രകാരം ട്രാക്ക് കമ്പ്യൂട്ടേഷൻ മൊഡ്യൂളിൽ അർമേനിയൻ ഭാഷയിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. കൂടാതെ അർമേനിയൻ സൈന്യത്തിന്റെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസൃതമായി തോക്കുകൾ ക്രമീകരിക്കുന്നതിന് മറ്റ് നിരവധി പരിഷ്കാരങ്ങളും വരുത്തിയിട്ടുണ്ട്. അർമേനിയയിലെ പരീക്ഷണങ്ങൾ ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയതോടെ ഇന്ത്യൻ നിർമ്മാതാക്കളായ കല്യാണി ഗ്രൂപ്പിൽ നിന്ന് 84 ATAGS തോക്കുകൾ കൂടി വാങ്ങാനാണ് അർമേനിയ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.